വിദ്വേഷ പരാമർശ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ അറസ്റ്റ് വൈകുന്നു. സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വിമർശനം ശക്തമാകുന്നു. ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. തിടുക്കപ്പെട്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് പോലീസിന്റെ തീരുമാനം. അങ്ങനെ അറസ്റ്റ് ഉണ്ടായാൽ അത് പി.സി. ജോർജിന്റെ രാഷ്ട്രീയ നേട്ടമാകുമെന്നും സർക്കാർ വിലയിരുത്തൽ. സർക്കാർ നിർദ്ദേശം ലഭിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയേക്കും. 3 വർഷം മുൻപ് മറ്റൊരു വിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് പിന്നീട് പി.സി. ജോർജിന്റെ രാഷ്ട്രീയ നേട്ടമായി മാറുകയായിരുന്നു. ഇത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ പി.സി. ജോർജിന്റെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന നിലപാട് സർക്കാർ എടുത്തിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടു നിൽക്കുന്ന നേതാവാണ് പി.സി. ജോർജ്. നിരന്തരം പി.സി. ജോർജ് നടത്തുന്ന വിവാദ പ്രസ്താവനകൾ പൊതുസമൂഹത്തിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. കടുത്ത പ്രതിഷേധമാണ് പി.സി. ജോർജിനെതിരെ ഉയർന്നു വരുന്നത്. യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് ഈരാറ്റുപേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജോർജിനെതിരെ കേസെടുത്തത്. കോട്ടയം അഡീഷണൽ സെക്ഷൻ കോടതിയും ഹൈക്കോടതിയും ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. ഇന്നലെ ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കടുത്ത നിരീക്ഷണങ്ങളോടെയാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. പ്രഥമ ദൃഷ്ടിയ മതവിദ്വേഷത്തിനെതിരെയായ കുറ്റം നിലനിൽക്കും. പൊതുമധ്യത്തിൽ മാപ്പ് പറഞ്ഞ് കുറ്റകൃത്യത്തെ ലഘൂകരിക്കാൻ ആവില്ല. വർഷങ്ങൾക്ക് ജനങ്ങൾ പ്രതിനിധിയാകുന്ന ഒരാളുടെ പരാമർശങ്ങൾ സമൂഹം കാണാറുണ്ട്. പ്രക്ഷോഭത്തിലാണ് പരാമർശമെങ്കിൽ ജോർജിന് രാഷ്ട്രീയ നേതാവായി തുടരാൻ അർഹതയില്ല. ഭരണഘടനാ ആശയമായ മതേതരത്തെ അപകടത്തിലാക്കുന്നതാണ് പി.സി. ജോർജിന്റെ പരാമർശമെന്നും കോടതി നിരീക്ഷിച്ചു. കുറ്റക്കാർക്ക് പിഴയടച്ച് രക്ഷപ്പെടാൻ അവസരമുണ്ടാക്കരുത്. ഇത്തരം കുറ്റക്കാർക്കുള്ള ശിക്ഷാവിധി ഉയർത്തുന്ന കാര്യം നിയമ കമ്മീഷണറും പാർലമെന്റും പരിശോധിക്കണമെന്നും ഉത്തരവിൽ ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി.